തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോട്ടയം ജില്ലയിൽ ശക്തമായ പ്രചരണത്തിലാണ് UDF സ്ഥാനാർത്ഥികൾ. പരമാവധി സ്ഥലങ്ങളിലെത്തി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്ന തിരക്കിലാണ് സ്ഥാനാർത്ഥികൾ. വിജയം ഉറപ്പിക്കാൻ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുകയാണ് UDF നേതൃത്വമെന്ന് KPCC അംഗം അഡ്വക്കേറ്റ് സതീഷ് ചന്ദ്രൻ നായർ പറഞ്ഞു. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ UDF ഉന്നത വിജയം നേടുമെന്ന ഉറച്ച വിശ്വാസവും ഇവർക്കുണ്ട്. വാർഡ് തലം മുതൽ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ വരെയുള്ള സ്ഥാനങ്ങളിൽ കഴിവുറ്റ പ്രവർത്തകരെയാണ് നേതൃത്വം പരിചയപ്പെടുത്തുന്നത്. സംസ്ഥാന ഗവൺമെന്റിന് എതിരെയുള്ള ജനവികാരം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും KPCC അംഗവും DCC സെക്രട്ടേറിയറ്റ് അംഗവുമായ അഡ്വക്കേറ്റ് സതീഷ് ചന്ദ്രൻ നായർ ക്യാബിനറ്റ് ന്യൂസിനോട് പറഞ്ഞു. സ്ഥാനാർത്ഥി നിർണയം മുതൽ ഉള്ള എല്ലാ കാര്യങ്ങളിലും വളരെ അടുക്കും ചിട്ടയോടും കൂടി ഒരു എണ്ണയിട്ട യന്ത്രം പോലെ എന്നുള്ള നിലയിൽ തന്നെ പ്രവർത്തിക്കാൻ നാളിതുവരെയും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കഴിഞ്ഞകാല പ്രവർത്തനങ്ങളിൽ വ്യത്യസ്തമായ ഒരു മുഖമാണ് ഐക്യജനാധിപത്യ മുന്നണിക്ക് ഈ മേഖലയിൽ നൽകിയിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സ്വാഭാവികമായും ഒരു നിലവിലുള്ള ആ സാഹചര്യത്തിലുള്ള എതിർപ്പ് വ്യാപകമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപന സംവിധാനങ്ങളിലൊക്കെ ഉണ്ട്. അതോടൊപ്പം തന്നെ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരള സംസ്ഥാനം ഭരിക്കുന്നു എന്നുള്ള ഒരു സാഹചര്യത്തിൽ ആ ഗവൺമെൻറ്റിനെതിരെയുള്ള വലിയ വെല്ലുവിളി ജനങ്ങൾക്ക് ആ ഗവൺമെൻറ്റിൻ്റെ സംവിധാനം പരിപൂർണമായി ആ ഗവൺമെൻറ്റിനെതിരെയുള്ള ഒരു ചിന്താഗതി ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കുമെന്നുള്ള തർക്കമില്ല. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പുണ്ടായ ജനവിധി. ആ ജനവിധിയിൽ നിന്ന് ഒട്ടും വ്യത്യസ്തമല്ലാതെ അതിൽ നിന്നും കുറേ കൂടി നല്ല നിലയിൽ ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ജയിക്കാൻ കഴിയുന്ന സാഹചര്യം ഈ പഞ്ചായത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല UDF ഒറ്റക്കെട്ടായി നിൽക്കുന്നു എന്നുള്ളതും ഈ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടി എന്നുള്ള നിലയിൽ കാണാനുമൊക്കെ ഉള്ള ഒരു സാഹചര്യം ഇന്ന് UDFൻ്റെ നേതൃത്വത്തിനും പ്രവർത്തകർക്കൊക്കെ ഉണ്ട്. ചിറക്കടവ് പഞ്ചായത്തിന്റെ ഭരണം തിരികെ പിടിക്കുന്നതിനൊപ്പം കോൺഗ്രസ് ഭരിച്ചിരുന്ന പഞ്ചായത്തുകളിലെ ഭരണം നിലനിർത്തുകയെന്ന ലക്ഷ്യവും UDFനുണ്ട്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം.